മാനവസ്നേഹത്തിൻ്റെ മഹാഗാഥയായ പോപ്പ് ഫ്രാൻസിസ് നിത്യസമ്മാനത്തിനായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിന് തിരുവിഷ്ടം മീഡിയ ചാനലിൻ്റെ ആദരാഞ്ജലികൾ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഉദ്ധാന തിരുനാൾ കഴിഞ്ഞു. വിശ്വാസത്തിന്റെ ഒരു നവജീവിതത്തിലേക്ക് നാം വിളിക്കപ്പെടുകയാണ്. വിശ്വാസവും ശാസ്ത്രവും വിരുദ്ധ ചേരിയിലുള്ള രണ്ട് കാര്യങ്ങളാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആത്മീയതയും ഭൗതികതയും ഇങ്ങനെ വിരുദ്ധ ചേരിയിലുള്ളതാണെന്നാണ് പൊതുവായ ധാരണ. വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ പഠിക്കുകയും ഈ ലോകത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നേടിയെടുക്കാനും നടത്തുന്ന ശ്രമങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ അത് നിരന്തരം പ്രയാണത്തിലാണ്, പ്രവർത്തനത്തിലാണ്. നിരന്തര അന്വേഷണങ്ങളിലൂടെ നാം കണ്ടെത്തിയ ഒരു ലോക ജീവിതമാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. ആധുനിക ജീവിതം അനുഭവിക്കുന്ന സൗകര്യങ്ങളും ജീവിതത്തിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളും എല്ലാം ശാസ്ത്രീയമായ പുരോഗതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഈ ശാസ്ത്രീയ ജീവിതം ഒരു ഭൗതിക ജീവിതമാണ്. ആ ഭൗതിക ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതായി ആത്മീയ ജീവിതം ഉണ്ടാകണം. ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ ധാർമ്മികമായ ജീവിതം ഉണ്ടാകണം. ധാർമ്മികത ഒരു ഭൗതികമായ കാര്യം കൊണ്ട് അളക്കാവുന്ന കാര്യമല്ല, വസ്തുനിഷ്ഠമായി അളന്നു തിരിക്കാവുന്ന കാര്യമല്ല. സ്നേഹം ഒരു ധാർമ്മിക വിഷയമാണ്. സ്നേഹം ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധ്യമല്ല. സത്യം ഒരു ധാർമ്മിക പ്രശ്നമാണ്. അത് ഒരു ഭൗതികമായ അന്വേഷണങ്ങൾ കൊണ്ട്, ശാസ്ത്രീയമായ യുക്തികൾ കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യമല്ല. ഭൗതിക യാഥാർത്ഥ്യങ്ങളെ ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് പരിപൂർണമാക്കുക. ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം ഉണ്ടാവുന്നു, ഒരു അന്വേഷണം നടക്കുന്നു, ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ആ കാര്യം ഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം കേവലമായി സാങ്കേതികമായി മെച്ചപ്പെടുകയല്ല, ജീവിതത്തിന് സർവ്വതോന്മുഖമായ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ധാർമ്മിക ബോധം ഉണ്ടാകണം. ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ മരുന്ന് ധാർമ്മികമായി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ അത് അപകടമായിട്ട് മാറും. ഇപ്പൊ ജർമ്മനിയിൽ കണ്ടുപിടിച്ച MDMA രോഗാവസ്ഥയിൽ ഉപയോഗിക്കാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. പക്ഷെ അത് ധാർമ്മികമായ ബോധ്യമില്ലാണ്ടായി പോകുമ്പോൾ അത് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അത് ലോകത്തിന് വിനാശകരമായിട്ട് മാറുന്നു. ശാസ്ത്രീയമായ കണ്ടെത്തലുകളും ശാസ്ത്രാന്വേഷണങ്ങളും തെറ്റായ കാര്യമാണെന്നോ അല്ലെങ്കിൽ വിശ്വാസവിരുദ്ധമായ കാര്യമാണെന്നല്ല. ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇപ്രകാരം നേടുമ്പോൾ ആ നേട്ടങ്ങളെ നിലനിർത്തുന്നത് മനുഷ്യ പുരോഗതിക്ക് കാരണമായിട്ട് മാറുന്നത് അതിന് ആത്മീയ പ്രകാശം ഉണ്ടാകുമ്പോഴാണ്, ഒരു ധാർമ്മിക വ്യവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ഈ ധാർമ്മികതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൊണ്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ആത്മനിഷ്ഠമായ കാര്യമാണ്. സ്നേഹത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ശാസ്ത്രത്തിന് നേർവിപരീതമാണ് വിശ്വാസം എന്നുള്ളത് ഒരു അന്ധവിശ്വാസം. കണ്ടെത്തലുകളെയും മനുഷ്യവിജ്ഞാനത്തെയും മുഴുവൻ നിഷേധിച്ചുകൊണ്ടല്ല വിശ്വാസം നിലനിൽക്കുന്നത്. ഇപ്രകാരം ഉയർന്നു വരുന്ന ഭൗതിക പ്രപഞ്ചത്തിനകത്ത് ആത്മീയത പ്രകാശിക്കുകയും സ്നേഹോന്മുഖമായ ജീവിതം ഉണ്ടാകുകയും സത്യത്തിനൂന്നിയ ജീവിതം ഉണ്ടാകുകയും കരുണയുടെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഭാവങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം സമഗ്രമായിട്ട് പുരോഗമിക്കുക. മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തുന്നത് ഇല്ലാത്തവനുമായി പങ്കുവെക്കാനായിട്ട് ധാർമ്മികത പറയുന്നു. അപ്പോഴാണത് പൂർണ്ണതയിലെത്തുക. അതുപോലെ നിന്റെ അധ്വാനം വിലപ്പെട്ടതാണ്. ആ അധ്വാനം മുഖേന നീ നേടുന്നവ ദൈവദാനമാണെന്നും അത് അവരന് വേണ്ടി കൊടുക്കേണ്ടതാണെന്നും പറയുമ്പോഴാണ് അത് ആത്മീയതയായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഭൗതിക ജീവിതത്തെ ആത്മീയത ഉണർത്തുകയും കൂടുതൽ നന്മയിലേക്ക് പുരോഗമിപ്പിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് ഒരു അബദ്ധധാരണയുണ്ട്. എല്ലാം വിശ്വാസം മതി, മരുന്ന് വേണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ. ഒരു പോലും കഴിച്ചാൽ സുഖപ്പെടും എന്ന് പറയുന്നവർ, പത്രം അരച്ച് കലക്കി കുടിച്ചാൽ സൗഖ്യം പ്രാപിക്കും എന്ന് പറയുന്നവർ. ഇത് വിശ്വാസവുമായി ബന്ധമുള്ള കാര്യമല്ല. വിശ്വാസത്തിനകത്തെ പിഴവാണ്. വിശ്വാസത്തിനകത്ത് അങ്ങനെ പിഴവുള്ളതുപോലെ തന്നെ ശാസ്ത്രത്തിനകത്തും പിഴവുകൾ ഉണ്ടാകും. എങ്ങനെയാണ്? അത് ഷഡിക്കും. ആത്മനിഷ്ഠമായ ലോകമില്ലെന്ന് പറയും. ഇപ്പൊ മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും? വ്യക്തിത്വം ആത്മനിഷ്ഠമായ ഒരു കാര്യമാണ്. അപ്പോ ആത്മനിഷ്ഠതയെ നിഷേധിക്കും. സാമൂഹ്യമായ ജീവിതം എങ്ങനെയുള്ളതാണ്? അത് ആത്മനിഷ്ഠമായ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സാഹോദര്യം, സ്നേഹം എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകുന്നത് ആത്മനിഷ്ഠമായ ഭാവമാണ്. ആത്മനിഷ്ഠമായ ഭാവത്തെ സമ്പൂർണമായി തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ കണ്ടെത്തലുകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഉപകരണാത്മകമായ ലോകം ഉണ്ടാവുമ്പോൾ അത് യഥാർത്ഥത്തിൽ നാശോന്മുഖമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും വിശ്വാസത്തെ ആളുകൾ അബദ്ധമെന്ന് പറയുന്നത് വിശ്വാസത്തിലെ പിഴവുകളെ കണ്ടുകൊണ്ടാണ്, അന്ധതയെ കണ്ടുകൊണ്ടാണ്. ആ അന്ധതയെ പരിഹരിക്കാൻ വിശ്വാസത്തിനകത്ത് കഴിയേണ്ടതുണ്ട്. അതേപോലെ ശാസ്ത്രത്തെ കേവലം ഉപകരണമാക്കാതെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് ഉപകരിക്കും വിധം വിനിയോഗിക്കാനുള്ള ശേഷി
നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അത് ആത്മീയമായ ഗുണത്തിൽ നിന്നാണ്. ഇപ്രകാരം ബൈനറികളില്ലാത്ത ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ശാസ്ത്രവും വിശ്വാസവും വിരുദ്ധ ശക്തികളല്ല, ആത്മീയതയും ഭൗതികതയും വിരുദ്ധ ശക്തികളല്ല. ശാസ്ത്രീയതയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ധാർമ്മിക ബോധമാണ് യഥാർത്ഥത്തിൽ ആത്മീയത അല്ലെങ്കിൽ വിശ്വാസം. വിശ്വാസം മുഖേന നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് പ്രവൃത്തികളെ കൂടുതൽ നന്മയായിട്ട് മാറ്റും, ആത്മീയമായ നിറവുള്ളതാക്കി മാറ്റും, സ്നേഹത്തിന്റെ പ്രവൃത്തിയാക്കി മാറ്റും. ലോകചരിത്രത്തിൽ പലപ്പോഴും വിശ്വാസ ശാഠ്യങ്ങൾ ശാസ്ത്രീയതയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിഷേധിക്കാവുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ സഭ ഒരു മതമല്ല, കത്തോലിക്ക സഭ ഒരു മതമല്ല. മതം എപ്പോഴും ആചാരനിഷ്ഠമായും അതിന്റെ ശാഠ്യങ്ങളിൽ ഉറച്ചും ഒരിക്കലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്. സഭയാകട്ടെ നിരന്തരം നവീകരിക്കുന്നതാണ്, തെറ്റുപറ്റിപ്പോയാൽ ഏറ്റുപറയുന്നതാണ്. ഇൻക്വിസിഷന്റെ കാലത്തെ പ്രവർത്തികളെ കുറിച്ച് സഭ ഏറ്റുപറയുന്നുണ്ട്. അതേപോലെ കുരിശുയുദ്ധങ്ങളെ സംബന്ധിച്ച് സഭ അത് ചരിത്രപരമായ പിഴവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്, നിരന്തരം വികാസം പ്രാപിക്കുന്ന ഒന്നാണ്, പരിണാമമുള്ള ഒന്നാണ് സഭയിൽ നമുക്ക് കാണാൻ പറ്റും. അടിസ്ഥാന ബോധ്യമായിട്ടുള്ള ക്രിസ്തുവാണ്, അടിസ്ഥാന ബോധ്യമായിട്ടുള്ളത് മനുഷ്യരക്ഷയാണ്. അതല്ലാതെ ഒന്നിനെയും സഭ മുറുകെ പിടിക്കുന്നില്ല. സഭ എപ്പോഴും ശാസ്ത്രത്തിനെതിരെ നിലകൊണ്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് പ്രചാരവേലകൾ. വാസ്തവത്തിൽ വിശ്വാസം ശാസ്ത്രവിരുദ്ധമായൊരു കാര്യമോ ശാസ്ത്രത്തെ നിഷേധിക്കുന്ന ഒന്നോ അല്ല. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രദർശനം രൂപപ്പെടുത്തുന്നത് ലത്മായർ എന്ന ജസ്യൂട്ട് പുരോഹിതനാണ്. ലോകത്ത് ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് പങ്കുവഹിച്ചിട്ടുള്ളതും പ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുള്ളതും ക്രൈസ്തവ വിശ്വാസം അടിയുറച്ച് നിലനിർത്തിപ്പോന്നവർ തന്നെയാണ്. വിശ്വാസത്തെ ശാസ്ത്രവിരുദ്ധമായ ഒന്നായി കാണരുത്. അതേസമയം ശാസ്ത്രീയതയെ എതിർക്കുന്ന വിശ്വാസ അബദ്ധങ്ങളെ നാം കൈവിടുകയും വേണം. പലപ്പോഴും സഭ ശാസ്ത്രവിരുദ്ധമാണ് എന്ന് പറയാൻ ഉയർത്തിക്കാട്ടിയിട്ടുള്ള പ്രതീകം ഗലീലിയോയുടേതാണ്. ഗലീലിയോയെ സഭ പീഡിപ്പിച്ചു കൊന്നു എന്ന ധാരണ പൊതുവിൽ പടർന്നു ഒന്നാണ്. അതിലെ സത്യവും മിഥ്യയും തിരിച്ചറിയാതെ പലപ്പോഴും സഭ ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിച്ചതുമൂലം, പീഡിപ്പിച്ചതുമൂലം കൊല്ലപ്പെട്ടയാളാണ് ഗലീലിയോ എന്ന കഥയാണ് പാടിപ്പാടി പഴകിയിട്ടുള്ളത്. ആ കഥയ്ക്ക് പിന്നിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. 1564 ഫെബ്രുവരി 15 ഇറ്റലിയിലെ പിയാസയിലാണ് ഗലീലിയോ ജനിക്കുന്നത്. പിതാവ് വിൻസെൻസോ ഗലീലി, അദ്ദേഹത്തിന്റെ ശ്രീമന്തപുത്രനാണ് ഗലീലിയോ. ഗലീലിയോയ്ക്ക് 8 വയസ്സ് പ്രായമാകുമ്പോൾ അവർ ഫ്ലോറൻസിലേക്ക് താമസം മാറുന്നു. ഫ്ലോറൻസിലെ ഒരു ക്രിസ്ത്യൻ ആശ്രമ പള്ളിക്കൂടത്തിലാണ് ഗലീലിയോയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ചെറുപ്പകാലത്ത് ഗലീലിയോയ്ക്ക് ഒരു വൈദികനാകാനായിരുന്നു ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഒരു ഗണിതശാസ്ത്രജ്ഞനാക്കി മാറ്റി. 1589 പിസായിലെ ഒരു കത്തോലിക്ക സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ഗലീലിയോ ആ സർവകലാശാലയിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് 1592 പാദുവ സർവകലാശാലയിലേക്ക് മാറുന്നുണ്ട്. അവിടെ ജോമെട്രി, മെക്കാനിക്സ്, ജ്യോതിശാസ്ത്രം എന്നിവ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം അധ്യാപകനായി ചേർന്നു. കേവലം അധ്യാപന വൃത്തി മാത്രമായിരുന്നില്ല ഗലീലിയോയുടെ താല്പര്യം. അദ്ദേഹം നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ അക്കാലത്ത് നടത്തുന്നുണ്ട്. വിശ്വാസത്തിൽ അടിയുറച്ച ആളായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ 2 മക്കൾ വിശുദ്ധ മത്തായിയുടെ സന്യാസ സഭയിൽ ചേർന്ന് സന്യാസവ്രതം എടുക്കുന്നുണ്ട്. താൻ നടത്തിയ വാന നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ കോപ്പർനിക്കസിന്റെ സൗര കേന്ദ്രീകൃത പ്രപഞ്ചം എന്ന ആശയത്തിനു വേണ്ടി ഗലീലിയോ വാദം ഉന്നയിക്കാൻ തുടങ്ങി. 378-322 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലും BC 150 ജീവിച്ചിരുന്ന പറ്റോളമിയും ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നാണ് പഠിപ്പിച്ചിരുന്നത്. പ്രപഞ്ചം ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണെന്ന് കേവലം സഭയുടെ ഒരു വിശ്വാസമല്ല, അന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒരു വിശ്വാസം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നതായിരുന്നു. അത് അരിസ്റ്റോട്ടിൽ നിന്നും പട്ടോളമിയിൽ നിന്നും വരുന്ന പഠനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് പൊതുവായൊരു വിശ്വാസധാരയായിരുന്നു എന്നതല്ലാതെ സഭ അങ്ങനെ ഒരു വിശ്വാസധാരയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നത് തെറ്റായ പ്രബോധനമാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നൊരു ധാരണ
ഒരിക്കലും സഭ പഠിപ്പിച്ചിട്ടില്ല, സഭ പ്രബോധിപ്പിച്ചിട്ടില്ല. സഭയുണ്ടാകുന്നതിന് മുമ്പേ നിലനിന്നിരുന്നൊരു വിശ്വാസത്തെ സഭയും പിന്തുടർന്നു എന്ന് സാമാന്യമായിട്ട് അതിൽ കരുതേണ്ടതുള്ളൂ. AD 1473 1543 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിക്കോളസ് കോപ്പർനിക്കസ് സൗരകേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ധാരണയുമായി രംഗത്ത് അവതരിക്കുന്നു. തന്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, അത് ലോകം അറിയുന്നത്. ഡി റെവല്യൂഷണേഴ്സ് ഓർബിയം കൊളസ്ട്രിയം എന്നായിരുന്നു ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിലാണ് സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്നും ഭൂമി സ്വയം ഭ്രമണം നടത്തുന്നുണ്ടെന്നും കോപ്പർനിക്കസ് പറയുന്നത്. ഈ വാദത്തെയാണ് തന്റെ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗലീലിയോ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അഥവാ ആ വാദത്തെ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്രകാരം ഒരു പിന്തുണ അറിയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഗ്രന്ഥം പറഞ്ഞ ആശയത്തെ കൂടുതൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഗലീലിയോ എവിടെയെങ്കിലും തടസ്സപ്പെടുകയോ ഗലീലിയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാകുകയോ ചെയ്യുന്നില്ല. റോമിലെ ഈശോസഭാ സർവകലാശാലയായ കൊളോജിയോ റൊമാനിയോയിൽ ഈ ആശയത്തെ സംബന്ധിച്ചൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ അക്കാലത്ത് ഗലീലിയോ ക്ഷണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ക്ഷണിച്ചതെന്ന് മാത്രമല്ല, ഗലീലിയോയുടെ കണ്ടെത്തലുകളിൽ മതിപ്പ് തോന്നിയ അധികാരികൾ അദ്ദേഹത്തിന് ബഹുമതി മുദ്രകളൊക്കെ നൽകി അന്ന് ആദരിക്കുന്നുണ്ട്. എന്നാൽ 1614 സാന്താ മരിയ കത്തീഡ്രൽ വികാരിയായ തോമസ് കിസീനി സൂര്യകേന്ദ്രീകൃതമായ പ്രപഞ്ച വീക്ഷണം പാഷണ്ഡതയാണെന്ന് പ്രഖ്യാപിച്ചു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് സൂര്യകേന്ദ്രീകൃതമായ പ്രപഞ്ച വീക്ഷണം ബൈബിളിലെ പല കാര്യങ്ങൾക്കും എതിരായിട്ട് വരുന്നു, ആശയങ്ങൾക്കെതിരായിട്ട് വരുന്നു, പ്രപഞ്ച വീക്ഷണത്തിനെതിരായിട്ട് വരുന്നു എന്നാണ്. ഇതിന് ഉദാഹരണമായിട്ട് അവർ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചു. അതിലൊന്നാണ്, അങ്ങനെ സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രമെങ്കിൽ ജോഷുവ എങ്ങനെയാണ് സൂര്യനെ നിശ്ചലനാക്കിയത്? ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. എങ്ങനെയാണ് സൂര്യനെ ജോഷുവ നിശ്ചലനാക്കിയത്? സഭാപ്രാസംഗിക പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയുന്നത് പോലെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സൂര്യന്റെ പ്രയാണം എങ്ങനെയാണ് സാധ്യമാകുക? സങ്കീർത്തനം 103:5 പറയുന്നത് പോലെ ഭൂമിയെ അതിന്റെ അടിസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു എന്ന സങ്കീർത്തന വാക്യം എങ്ങനെയാണ് നിലനിൽക്കുക? ഇത്തരം ചോദ്യങ്ങളുമായിട്ടാണ് കിസീനിയും കൂട്ടരും ഗലീലിയെ എതിർക്കാൻ തീരുമാനിച്ചത്. ഗലീലിയ കത്തിന് കിസീനിക്ക് മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ ലഭിച്ച ആ മറുപടി വിശ്വാസ തിരുസംഘത്തിന് തോമസ് കിസീനി അയച്ചു കൊടുക്കുന്നു. പക്ഷെ അതിൽ വിശ്വാസവിരുദ്ധമായ ഒന്നും കണ്ടെത്താനായിട്ട് സഭയ്ക്ക് കഴിഞ്ഞില്ല. ഇത് ഗലീലിയോ മാത്രം പറഞ്ഞിരുന്ന കാര്യമല്ല. അക്കാലത്ത് കർമ്മലീത്ത വൈദികനായിരുന്ന അന്റോണിയോ ഫോസ്കാരനി കോപ്പർനിക്കസിന്റെ സിദ്ധാന്തവും ബൈബിളുമായി വൈരുദ്ധ്യമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം വായിച്ച കർദിനാൾ റോബർട്ട് ബില്ലാർമിൻ പട്ടോൾമിയുടെ ഭൂമി കേന്ദ്രീകൃതമായ സിദ്ധാന്തത്തെക്കാൾ വിശ്വസനീയവും യാഥാർത്ഥ്യവുമായി തോന്നുന്നത് കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങളാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നതായി ചരിത്രത്തെ നമുക്ക് കാണാൻ പറ്റും. കർദിനാൾ റോബർട്ട് ബില്ലാർമിൻ വൈദികനായ അന്റോണിയോ ഫോസ്കാർനിക്ക് എഴുതുന്ന കത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും പഠിക്കപ്പെടേണ്ടതുമാണ്. ബൈബിളിനെയും സഭാപിതാക്കന്മാരുടെ പഠനത്തെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ പരസ്യമായി ഇത് പഠിപ്പിക്കേണ്ടതുള്ളൂ എന്നൊരു നിലപാടാണ് ബില്ലാർമിൻ എടുക്കുന്നത്. അക്കാലത്ത് ഗലീലിയോയുടെ ചിന്താഗതികൾ, കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ഒക്കെ ഒത്തിരി ചർച്ചയ്ക്ക്, വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. 1615 ഗലീലിയോയുടെ നിലപാടുകളെ സാധൂകരിച്ചുകൊണ്ട് കർദിനാൾ ബോനിഫസ് ഗദാനിയുടെ നിർദ്ദേശപ്രകാരം ഡൊമിനിക്കൻ വൈദികനും ശാസ്ത്രജ്ഞനുമായിരുന്ന തോമസോ കമ്പാനല്ല അപ്പോളജിയ പ്രോ ഗലീലിയോ എന്ന ഗ്രന്ഥം രചിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് അന്ന് സഭ ഗലീലിയോയ്ക്ക് നേർ വിപരീതമായിരുന്നു ചിന്തിച്ചത്, അല്ലെങ്കിൽ ഗലീലിയോ പീഡിപ്പിക്കുകയായിരുന്നു പറയുന്ന സാമാന്യ യുക്തികളൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ്. അന്ന് കർദിനാൾമാരൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും വിഖ്യാതമായ ഗ്രന്ഥങ്ങൾ തന്നെ അക്കാലത്ത് രചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് നല്ല ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിനർത്ഥം ഗലീലിയോ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നല്ല. ഗലീലിയോ പറയുന്ന ആശയങ്ങളെക്കുറിച്ച് സന്ദേഹങ്ങൾ അപ്പോഴും നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് വിശ്വാസ തിരുസംഘം 1616 ഈ പഠനങ്ങളെ നിരോധിക്കുന്നുണ്ട്. കാരണം ഇത്തരം പഠനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണയിലെത്താതെ ഇത് പുറത്തു പറയരുത് എന്ന ഒരു മുൻവിധി കൊണ്ടാകാം അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കരുത് എന്നൊരു വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ വിലക്കുകൾ അധികകാലം നീണ്ടുനിന്നില്ല. ഒരു 7 വർഷം കഴിയുമ്പോൾ 1623 ഊർബൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്യുന്നു. ഈ ഊർബൻ മാർപ്പാപ്പ ഗലീലിയോയുടെ ചിരകാല സുഹൃത്തായിരുന്നതിനാൽ എല്ലാ നടപടികളും നിർത്തിവെക്കുകയും ഗലീലിയോയ്ക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ നടപടികളും തടസ്സങ്ങളും നീക്കുകയും ചെയ്തു.
തുടർന്ന് ഗലീലിയോ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിലും കർദിനാൾ റോബർട്ട് ബില്ലാമിനോയുടെ 1616 വിലക്ക് മറികടക്കാൻ ഗലീലിയോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പരസ്യമായി പഠിപ്പിക്കുന്നില്ല. 1622 തന്റെ പഠനങ്ങളൊക്കെ ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം സഭയോട് ചോദിക്കുന്നുണ്ട് ഗലീലിയോ. 1623 ഒന്നാമത്തെ ഭാഗവും 1630 രണ്ടാമത്തെ ഭാഗവും തുടർന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 1630 ഗലീലിയോ ഡയലോഗ് ഓൺ ടു ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ആ ഗ്രന്ഥത്തിലൂടെ പറ്റോളമിയുടെ ഭൂമി കേന്ദ്രീകൃതമായ പ്രപഞ്ച വീക്ഷണം തെറ്റാണെന്നും കോപ്പർനിക്കസ് പറയുന്ന സൗര കേന്ദ്രീകൃതമായ പ്രപഞ്ചമാണ് വാസ്തവമെന്നും ഗലീലിയോ അസന്നിഗ്ധമായി ഉറപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. അവിടെ വച്ചാണ് പ്രശ്നങ്ങൾ കലുഷിതമാകുന്നത്. ബൈബിളിനെ നിഷേധിക്കുന്ന ഒരു പഠനം എന്ന നിലയ്ക്ക് ഗലീലിയോയ്ക്ക് അവിടെ വെച്ച് ശിക്ഷ വിധിക്കുകയാണ് സഭ. ഈ ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ ഗലീലിയോയ്ക്ക് പ്രായം 70 ഓർക്കണം. 3 കാര്യങ്ങളാണ് ഗലീലിയോയ്ക്ക് ശിക്ഷകളായി നൽകിയത്. ഒന്ന്, മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലണം. സൗര കേന്ദ്രീകൃത പ്രപഞ്ച വീക്ഷണം തെറ്റാണെന്ന് സമ്മതിക്കണം. വീട്ടുതടങ്കൽ അനുഭവിക്കണം. 1634 മുതൽ 1638 വരെയുള്ള കാലയളവിൽ ഗലീലിയോയ്ക്ക് ഇപ്രകാരം വീട്ടുതടങ്കൽ അനുഭവിക്കേണ്ടി വന്നു. 1638 ഹെർണിയ രോഗബാധിതനായി തുടർന്ന് ശിക്ഷകൾ പിൻവലിക്കുകയാണ്. വീട്ടുതടങ്കൽ ഇത് മോചിപ്പിക്കുന്നു. ചികിത്സാർത്ഥം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ശിക്ഷകൾ പിൻവലിക്കുന്നു. ഫ്ലോറൻസിൽ പോയിട്ടാണ് അദ്ദേഹം വിദഗ്ധ ചികിത്സ നേടുന്നത്. അതിനുശേഷമുള്ള കാലയളവിൽ അദ്ദേഹം തന്റെ പഠനവും ചിന്തകളുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്നു. ധാരാളം സുഹൃത്തുക്കളെയും ഗവേഷകരെ അദ്ദേഹം സ്വീകരിക്കുകയും അവരുമായിട്ടൊക്കെ സംവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 1642 അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. അദ്ദേഹം കൂദാശകളൊക്കെ സ്വീകരിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയാവും. 78 വയസ്സിലാണ് ഗലീലിയോ ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നത്. അദ്ദേഹം ഒരിക്കലും വിശ്വാസ വിരുദ്ധനായ ഒരാളായിരുന്നില്ല. വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോഴും ശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം ഗലീലിയോയെ സഭ കൊന്നുവെന്നാണ്. സഭ ഗലീലിയോട് പ്രവർത്തിച്ചത് നീതിപൂർവമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ അല്ലെന്ന് പറയാം. നിലനിന്നിരുന്ന ഒരു വിശ്വാസ ബോധ്യത്തെ, അത് സഭയുടെ വിശ്വാസ ബോധ്യമല്ല, അന്ന് വരെ നിലനിന്നിരുന്ന ഒരു വിശ്വാസ ബോധ്യത്തെ എതിർക്കുന്ന ഒരു സിദ്ധാന്തം മുൻപോട്ട് വയ്ക്കുമ്പോൾ ആ സിദ്ധാന്തത്തെ തെളിയിക്കാനായി ഒരു ശാസ്ത്രാന്വേഷകൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ സന്ദേഹത്തിലാണ്ടുപോകുന്ന അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിന് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നത് അംഗീകരിക്കേണ്ട കാര്യമാണ്. ആ പിഴവിനെ സഭ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. സഭ അന്ന് ഗലീലിയോട് പുലർത്തിയ നടപടികൾ അവിവേകത്തിൻ്റെതാണെന്നും അതൊട്ടുമേ വിവേകപൂർണമല്ലെന്നും ജോൺ പോൾ II മാർപ്പാപ്പ ഏറ്റുപറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് സഭയ്ക്ക് ഈ തെറ്റുപറ്റാൻ കാരണമായത്. ഒന്ന്, ബൈബിൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് തെറ്റിദ്ധരിച്ചു. സഭ ഒരിക്കലും ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. അത് ആത്മാവിനെ സംബന്ധിച്ച്, മനുഷ്യജീവിതത്തിന്റെ വിമോചനത്തെ സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. അതിനെ ശാസ്ത്രഗ്രന്ഥമായി തെറ്റിദ്ധരിക്കാനിടയായി. മാത്രമല്ല, ഭൂമിയാണ് പ്രപഞ്ചകേന്ദ്രമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ അന്നത്തെ സമൂഹം വെച്ച് പുലർത്തി. അന്ന് സഭയ്ക്കുണ്ടായ പിഴവുകൾ 2 ഇതാണ്. ഒന്ന്, ബൈബിൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമായിട്ട് തെറ്റിദ്ധരിച്ചു. രണ്ടാമത്, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ടെന്നും അതാണ് വിശ്വാസ ബോധ്യമെന്നും തെറ്റിദ്ധരിച്ചു. സഭയിൽ തെറ്റാവരം ഉള്ള കാര്യങ്ങളുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ച ബോധ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വിശ്വാസത്തെ സംബന്ധിച്ച് സന്മാർഗം പഠിപ്പിക്കുമ്പോൾ സഭയ്ക്ക് തെറ്റാവരമുണ്ട്. പക്ഷെ ഇത് തെറ്റാവരമുള്ള കാര്യമൊന്നുമല്ല. ഈ കാര്യം ഇത് വിശ്വാസ ബോധ്യത്തിലെ ഒരു അബദ്ധം മാത്രമായിരുന്നു. ഈ അബദ്ധമാണ് ഗലീലിയോയ്ക്കെതിരായി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഗലീലിയോയോട് അനീതി കാട്ടാൻ ഇടയാക്കിയത്. അത് തെറ്റാണെന്ന് സഭ തിരിച്ചറിയുകയും അത് ആ തെറ്റിനെ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ പറയുന്നത് 2000 ആണ്ടിലല്ലേ പറഞ്ഞത്, അത്രയും കാലം പറഞ്ഞില്ലല്ലോ എന്നാണ്. ഗലീലിയോയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ഫ്ലോറൻസിലെ വിശുദ്ധ ക്രോച്ചയുടെ ദേവാലയത്തിലാണ്. 1737 ഗലീലിയോ സംസ്കരിച്ചെടുത്ത് ഒരു സ്മാരകം പണിത് മഹാനായ ശാസ്ത്രജ്ഞനെ സഭ ആദരിക്കുന്നുണ്ട്. അല്ലാതെ 2000 ആണ്ടിലല്ല ഗലീലിയോയെ സഭ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും. ഗലീലിയോയിലെ ശാസ്ത്രജ്ഞനെ സഭ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അന്ന് നിലവിലിരുന്ന തെറ്റിദ്ധാരണകളാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് കാരണമായിട്ട് മാറിയത്. അത് തെറ്റല്ല എന്നല്ല പറയുന്നത്, അത് തെറ്റായ പ്രവൃത്തിയാണ്. അതാണ് സഭ 2000 ആണ്ടിൽ അംഗീകരിക്കുന്നത്. ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞത് അതാണ്. അതൊരു പിഴവാണ്. പുതിയ ആശയം ലോകത്ത് വരുമ്പോൾ, ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ
യാഥാസ്ഥിതിക വിഭാഗം അതിനെ എതിർക്കുന്നതും സ്വാഭാവികമാണ്. ഇവിടെ ഗലീലിയെ എതിർത്ത് സഭയ്ക്കാണ് തെറ്റുപറ്റിയതെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഗലീലിയോട് കാണിച്ചത് അനീതിയാണെന്ന് സഭ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് ഗലീലിയോ അറിയപ്പെടുന്നത്. ആ ഗലീലിയോ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല തർക്കമുണ്ടായത്. അന്ന് നിലനിന്നിരുന്ന ഒരു സിദ്ധാന്തം, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന സിദ്ധാന്തം അബദ്ധമാണെന്നും അരിസ്റ്റോട്ടിലും പട്ടോളമിയും പഠിപ്പിച്ച ആ സിദ്ധാന്തം തെറ്റാണെന്നും യഥാർത്ഥത്തിൽ കോപ്പർനിക്കസ് പറയുന്ന സൗരകേന്ദ്രീകൃതമായ പ്രപഞ്ചമാണ് വാസ്തവമെന്നും ഗലീലിയോ പഠിപ്പിച്ചു. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് അവയെ സാധൂകരിക്കാനാകുമെന്നും ഗലീലിയോ തെളിയിച്ചു. ഗലീലിയോ മഹാനായ ശാസ്ത്രജ്ഞനാണ്, അതേസമയം വിശ്വാസിയാണ്. ഗലീലിയോയെ പീഡിപ്പിച്ചു എന്നതിന്റെ പേരിൽ പലപ്പോഴും സഭ ആക്ഷേപത്തിന് ഇരയാകുന്നുണ്ട്. സഭയിൽ പറ്റിയ പിഴവ് സഭ അംഗീകരിക്കുകയും അത് കേവലമായി സഭയ്ക്ക് മാത്രമുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണയോ ഒരു സഭയുടെ പഠനത്തെ ഗലീലിയോ എതിർത്തതുകൊണ്ട് സഭ ഗലീലിയോ പീഡിപ്പിച്ചോ എന്ന അർത്ഥത്തിലും കാണരുത്. അത് സഭയുടെ വിശ്വാസമല്ലായിരുന്നു, നിലനിന്നിരുന്നൊരു വിശ്വാസ ബോധ്യമായിരുന്നു. എല്ലാ സമൂഹങ്ങളും അങ്ങനെയാണ് അക്കാലത്ത് വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസ ബോധ്യത്തെ എതിർക്കുന്നൊരു പുതിയ സിദ്ധാന്തം ഉണ്ടായപ്പോൾ ആ സിദ്ധാന്തത്തിനെതിരായി ലോകത്തുണ്ടാകുന്ന സാമാന്യമായ എതിർപ്പിന്റെ ഭാഗമായി സഭയ്ക്കകത്ത് എതിർപ്പുണ്ടായി. സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചുമുണ്ടായ തെറ്റായ ബോധ്യങ്ങൾ ഗലീലിയോയ്ക്കെതിരെ നിൽക്കാൻ സഭയെ പ്രേരിപ്പിച്ചു. ആ നിലപാടുകൾ തെറ്റാണെന്ന് കാലം തെളിയിക്കുകയും സഭ അത് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ട കഥകളിൽ ഗലീലിയോ കഠിനമായി പീഡിപ്പിച്ച് സഭ കൊന്നു എന്ന അർത്ഥത്തിലാണ് കേൾക്കാനിടയായിട്ടുള്ളത്. ആ കേൾക്കാനിടയായ കഥകളിൽ പലതും നിറം പിടിപ്പിച്ച കഥകളാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ബാല്യകാലം മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം പറയുന്ന പല കഥകളും കഥകൾ മാത്രമാണ്, വാസ്തവമല്ല. ഗലീലിയോയെ സംബന്ധിച്ച് അപ്രകാരം വരുന്നൊരു കഥ, ഒട്ടകത്തിന്റെ കാലിൽ അദ്ദേഹത്തെ കെട്ടി മരുഭൂമിയിലൂടെ വലിച്ചിഴച്ച് അങ്ങനെ കൊന്നുവെന്നാണ്. ഇത്തരത്തിൽ ഒട്ടേറെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സഭയ്ക്കുണ്ടായ പിഴവ് സഭ അംഗീകരിക്കുന്നു. ഓരോ ശാസ്ത്ര സാങ്കേതികമായ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് സഭ ശാസ്ത്രത്തിനെതിരായിട്ടല്ല. വിശ്വാസം എന്നത് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ എങ്ങനെ അപരന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയും, ആത്മാവിന്റെ പ്രകാശമുള്ളതാക്കി, സ്നേഹമുള്ളതാക്കി, കരുണയുള്ളതാക്കി മാറ്റാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് സഭ ആലോചിക്കുന്നത്. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന അക്കാര്യമാണ്. നമ്മുടെ ആത്മീയത ഭൗതിക ലോകത്ത് പ്രകാശിക്കണം. ഭൗതികമായ കണ്ടെത്തലുകളെയും നേട്ടങ്ങളെയും ഒന്നും എതിർക്കുന്നതല്ല സഭയുടെ പാരമ്പര്യം. സഭ എപ്പോഴും ശാസ്ത്രത്തിന് അനുകൂലമായിട്ടാണ്. നമുക്ക് കാണാവുന്ന ഒരു കാര്യം, നിരവധിയായ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകളിൽ മഹാഭൂരിപക്ഷവും കണ്ടെത്തിയിട്ടുള്ളത് കത്തോലിക്ക സഭ വിശ്വാസികളാണ്. രത്മായർ അടക്കമുള്ള ആളുകളാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച ബോധ്യങ്ങളിൽ ശാസ്ത്രത്തിലേക്ക് വലിയ സംഭാവനകൾ നൽകിയത്. അതുകൊണ്ട് സഭ ശാസ്ത്രവിരുദ്ധമാണ് എന്നൊരു ധാരണ ഉണ്ടാവരുത്. ശാസ്ത്രവിരുദ്ധമായ അബദ്ധങ്ങൾ ഒരുപക്ഷെ ഇടക്കാലങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടാം. തെറ്റായ കാര്യങ്ങൾ പറയാം. പേപ്പർ കത്തിച്ച് കഴിച്ചാൽ രോഗം മാറുമെന്ന് പറയാം. തലയിണക്കീഴിൽ പേപ്പർ വെച്ച് കിടന്നാൽ തലവേദന മാറുമെന്ന് പറയാം. അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. അവ ശാസ്ത്രവിരുദ്ധതയാണ്. വിശ്വാസികളായ നമ്മൾ വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന ഭൗതിക വസ്തുതകളെ നിഷേധിക്കുന്നതൊന്നും വിശ്വാസത്തിന്റെ ബാധ്യതയല്ല. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഭാവാത്മകമായി എങ്ങനെ ക്രിസ്തുവിൽ കൂടുതൽ സ്നേഹപൂർണമായൊരു ലോകത്തിന്റെ സൃഷ്ടിക്കായി പുരോഗമിപ്പിക്കാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് അപരോന്മുഖമായൊരു ജീവിതത്തിന് തുറസായൊരു വാതിലായിട്ട് മാറേണ്ടതാണ്. അല്ലാതെ ശാസ്ത്ര സാങ്കേതികതകളെ നിഷേധിക്കുന്ന ഒന്നല്ല. എല്ലാ യുക്തിയും ഉപേക്ഷിക്കുന്നതിന്റെ പേരല്ല വിശ്വാസം. ഫെയ്ത്ത് സീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. വിശ്വാസം വേണം, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ചിന്തിക്കാൻ. അതേസമയം തന്നെ വിശ്വാസം അബദ്ധബോധ്യമായിട്ട് മാറരുത്. നിങ്ങൾ ഏതെങ്കിലും വിശ്വാസത്തിൽ അങ്ങനെ കുടുങ്ങിപ്പോകുമ്പോൾ, ഒരു അന്ധതയിൽ കുടുങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശത്തിനെതിരായിട്ട് മാറും, തെളിച്ചത്തിനെതിരായിട്ട് മാറും. ആനുകാലികമായ ലോകത്ത് ശാസ്ത്ര സാങ്കേതികതകൾ പുരോഗമിച്ചൊരു കാലത്ത് ഈ ശാസ്ത്ര സാങ്കേതികതകൾ മനുഷ്യ നന്മയ്ക്കായി പ്രയോഗിക്കപ്പെടണം. കേവല കമ്പോളത്തിന് അടിമകളാക്കി മാറ്റാനുള്ളതായി അവ മാറരുത്. ഉപകരണാത്മകതയിൽ കുടുങ്ങിപ്പോകരുത് ലോകം എന്നാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ
ജീവിതത്തിന്റെ പുരോഗമനത്തിനുള്ള വേദിയാക്കി മാറ്റുമ്പോൾ എല്ലാവർക്കും സൗകര്യങ്ങൾ അനുഭവിക്കാനിടയാകുന്ന, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകുന്ന, എല്ലാവർക്കും വസ്ത്രം ലഭിക്കുന്ന, എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാകുന്ന, എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്ന ഒരു പുതിയ ലോകവീക്ഷണം നമുക്കുണ്ടാവുക എന്നതാണ് ആത്മീയത നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതാണ്. അവരന് വേണ്ടി സ്വയം എരിഞ്ഞു തീരുന്ന മെഴുകുതിരികളായി മാറുമ്പോൾ ആത്മീയമായി നിങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നു, ഉദ്ധാനത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നതിന് അർത്ഥം അതാണ്. അതുകൊണ്ട് അവരോന്മുഖമായി ജീവിതം നയിക്കാൻ, സ്നേഹത്തിൽ പരിപൂർണത പ്രാപിക്കാൻ നമുക്ക് നിരന്തരമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഭാവാത്മകമായി ക്രിസ്തു അനുരൂപരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആധുനിക ലോകത്തിന്റെ എല്ലാ സാധ്യതകളെയും വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് വേണം വിശ്വാസത്തിൽ പുരോഗമിക്കാൻ. ശാസ്ത്ര സാങ്കേതികതകളെയും ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് വിശ്വാസം എന്നത് ഒരു അടഞ്ഞ വാതിലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടയാകരുത്. അത് യഥാർത്ഥത്തിൽ ക്രിസ്തു വിരുദ്ധമായിട്ട് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തെറ്റായ പ്രചാരണങ്ങൾ, വിശ്വാസം എന്നതൊരു അബദ്ധമാണെന്ന ധാരണകൾ, അവയെ നമുക്ക് പരിശോധിക്കാനിടയാകണം. അത്തരത്തിൽ കുടുക്കിപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വരുന്ന കഥകളിൽ പലതും അതിഭാവുകത്വമുള്ള കഥകളാണ്, യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എപ്പോഴും സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവയായിട്ട് മാറണം, സത്യത്തെ പ്രഘോഷിക്കുന്നവയായിട്ട് മാറണം. വിശ്വാസം ഒരു സത്യ പ്രഘോഷണമാണ്, ക്രിസ്തുവിൽ ഒരു നവജീവിതമാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഉദ്ധിതന്റെ കൂടെ യാത്ര ചെയ്യാൻ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.